ഈ വീഡിയോ ആദ്യമേ തന്നെ നമ്മുടെ ഇന്ത്യയിൽ ISRO ആ ഒരു സ്പേഡക്സ് എന്ന് പറഞ്ഞ ആ ഒരു മിഷൻ സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. അപ്പോൾ എന്തായാലും അത് പറഞ്ഞിട്ട് തന്നെ നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് നമ്മൾ ഏതാണ്ട് അമേരിക്ക, റഷ്യ, ചൈന ഇവർ മാത്രമാണ് ഈ ഒരു അച്ചീവ്മെൻറ്റ് സ്വന്തമാക്കിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു നിരയിലേക്ക് നമ്മൾ ഇന്ത്യ 4ാമത്തെ രാജ്യമായിട്ട് നമ്മൾ പടിയെടുത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഇതൊരു വലിയ നേട്ടമാണ്, അത് പറയാതിരിക്കാൻ വയ്യ. അപ്പോൾ ആ രീതിയിൽ ISRO ഒരു സ്റ്റെപ്പ് കൂടെ മുന്നോട്ട് പോയിരിക്കുകയാണ്. അപ്പം നമുക്കും ഇനി ധൈര്യപൂർവ്വം സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കുന്ന പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാന്നുള്ളതാണ്. ഓരോ എലൈറ്റ് ക്ലബ്ബുകളിലായിട്ട് ISRO മെമ്പർഷിപ്പും അവരുടെ കാൽച്ചുവട് ഉറപ്പിച്ചുകൊണ്ട് വരികയാണെന്നുള്ളതാണ്. ഇത് നമ്മുടെ തലമുറയ്ക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന കാര്യമാണ്. ISRO അച്ചീവ് ചെയ്യുന്ന ഓരോ നേട്ടങ്ങളും വരും തലമുറയ്ക്ക് തന്നെയാണ് ഇത് ഗുണം ചെയ്യുക. അപ്പൊ എന്തായാലും നമ്മൾ ആ ഒരു വിഷയം കഴിഞ്ഞ് നമ്മൾ നേരെ ഇസ്രായേലിലേക്ക് തന്നെയാണ് വരുന്നത്. കാരണം ഈ മിഡിൽ ഈസ്റ്റിൽ ഇപ്പം ഏറ്റവും ക്രൂഷ്യലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സീസ് ഫയർ ഡീൽ, ഈ ഒരു സീസ് ഫയർ ഡീലിനെ കുറിച്ച് നമ്മൾ ഒരു വീഡിയോ ഓൾറെഡി തന്നെ ഇട്ടിട്ടുണ്ട് ഇന്നലെ. അതിനകത്ത് വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഹമാസ് ഒരു തവണ ഈ ഒരു എഗ്രിമെന്റ് എഗ്രി ചെയ്തിട്ട് വീണ്ടും അവർക്ക് ഒരു അബദ്ധം പറ്റി എന്ന് പറഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് അതിനെ ഒന്നുകൂടെ റിവൈസ് ചെയ്യണം എന്നുള്ള നിലയിലുള്ള ഒരു റിക്വസ്റ്റുമായിട്ട് മുന്നോട്ട് വന്നിരുന്നു എന്നുള്ളത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അവർ ഈജിപ്തിനെ അപ്രോച്ച് ചെയ്തിട്ട് ഈജിപ്ത് ത്രൂ ആണ് ആ ഒരു റിക്വസ്റ്റ് ഇസ്രായേലിലേക്ക് ഇട്ടത്. ഇന്നലെ തന്നെ നെതന്യാഹു അതിന് ക്ലിയർ ആയിട്ടുള്ള മറുപടിയും കൊടുത്ത് അത് മടക്കിയതാണ്. വീണ്ടും അതിലൊരു ചെറിയ പ്രശ്നമുള്ളതായിട്ട് തോന്നിക്കൊണ്ടേയിരിക്കുകയാണ്. കാരണം വേറെ ഒന്നുമില്ല, ഫിലഡൽഫി കോറിഡോർ. ആ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞു നിർത്തിയതും ഇത് തന്നെയാണ്. എനിക്കും ഈ ഒരു സംശയം വളരെ നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. ആ ഉണ്ടാവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഈ ഫിലഡൽഫി കോറിഡോർ എന്ന് പറയുന്നത് ഗാസയ്ക്കുള്ള ആകെയുള്ള ഒരു എൻട്രൻസ് ആണ്. അതായത് ഇസ്രായേൽ ഒഴിയെ മറ്റൊരു രാജ്യവുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരേ ഒരു ഏരിയ, ആ ഏരിയയാണ് ഈ ഒരു ഫിലഡൽഫി കോറിഡോർ എന്ന് പറയുന്ന ആ റഫ ഗേറ്റ്, ആ എൻട്രൻസ് ഏരിയ. അതിലൂടെ മാത്രമേ ഇസ്രായേലിനെ ഒഴിച്ചുകൊണ്ട് ബാക്കിയുള്ള ഏതൊരു രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻസ് ആയിക്കോട്ടെ, കോൺടാക്ട് ആയിക്കോട്ടെ, ഒരു മറ്റൊരു രീതിയിൽ ഹമാസിനെ ഒരു ഫ്രീഡത്തോടു കൂടി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗേറ്റ് ആണത്. അപ്പൊ ആ ഗേറ്റിന് വേണ്ടിയിട്ട് അവർ നിലകൊള്ളുക എന്നുള്ളത് അവർ നിലകൊള്ളുക തന്നെ ചെയ്യും. അത് അങ്ങനെ തന്നെയാണ്. കാരണം ആ ഒരു വഴി തുറന്നാൽ മാത്രമേ അവർക്ക് ഹമാസ് എന്ന് പറഞ്ഞ ആ ഒരു സംഘടനയ്ക്ക് സർവൈവൽ ഉള്ളൂ. ഫിലഡൽഫി കോറിഡോർ എന്ന് പറയുന്നത് ഹമാസിന്റെ സർവൈവൽ ആണ്, അവരുടെ നെക്ക് പോയിന്റ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവർ ഇതിനകത്ത് ഇത്രയും മൽപ്പിടുത്തം പിടിച്ച് നിൽക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് ഇവർ ആദ്യമേ തന്നെ ഇതിനെക്കുറിച്ച് ഇത്ര സീരിയസ് ആയിട്ട് നോക്കാത്തത് എന്ന് പറഞ്ഞാൽ, എങ്ങനെയും ഒരു സീസ് ഫയറിലേക്ക് എത്തിക്കാം എന്നുള്ള നിലയാണ് ഇവർ നിന്നത്. കാരണം ഈ ട്രംപിന്റെയൊക്കെ ഭീഷണി ഉണ്ടായിരുന്നു. അപ്പൊ ആ രീതിയിലുള്ള എങ്ങനെയും ഒന്ന് കോർഡിനേറ്റ് ചെയ്ത് തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇവർ പോയത്. പക്ഷേ അതിനകത്ത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞാൽ, ഈ ഒരു സീസ് ഫയർ ഡീൽ നിലവിൽ വന്നു കഴിഞ്ഞാൽ ഇസ്രായേൽ പിന്നെ അപ്പം നിർത്തുകയാണ്, യുദ്ധം നിർത്തുകയാണ്. പക്ഷേ ഇപ്പൊ സൺഡേ ആണ് ഇപ്പൊ ഇതിനകത്ത് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഞായറാഴ്ച ഉച്ചയ്ക്കാണ് ഈ ഒരു സീസ് ഫയർ നിലവിൽ വരികയാണ്. അതായത് ഈ ഒരു നിലവിലെ ഉള്ള ഒരു കരാർ പ്രകാരം ഞായറാഴ്ച ഉച്ചയോടുകൂടി സീസ് ഫയർ നിലവിൽ വരും. അപ്പൊ സീസ് ഫയർ നിലവിൽ വന്നാൽ എന്താണ് സംഭവിക്കുക? ഞായറാഴ്ച ഉച്ചയോടുകൂടി ഇസ്രായേൽ ഈ ഒരു അറ്റാക്കിംഗ് നിർത്തുക എന്നുള്ളതാണ്. അപ്പൊ പൂർണ്ണമായിട്ട് യുദ്ധം നിർത്തുക എന്നുള്ളതാണ്. ഇതില് ഹൂത്തികൾ അവരുടെ മിസൈൽ നിർത്തുകയോ ഇല്ലയോ എന്നുള്ളതൊന്നും ഇതിനകത്ത് പറയുന്നില്ല. അവര് കണ്ടിന്യൂസ് ആയിട്ട് അവർ അറ്റാക്ക് നടത്തിക്കൊണ്ട് തന്നെ ഇരിക്കും. ഇസ്രായേൽ ഒരു സൈഡിൽ അല്ലെങ്കിൽ ഒരു സൈഡിൽ എൻഗേജ്ഡ് ആണ്. ഗോലാൻ ഹൈറ്റ്സിന്റെ ഭാഗത്ത് അവർ എൻഗേജ്ഡ് ആണ്, ലെബനാന്റെ ഭാഗത്ത് അവർ എൻഗേജ്ഡ് ആണ്. അതുപോലെ തന്നെ അവർ ഹൂത്തികളെ ആ ഒരു മിസൈലും അവർ കൗണ്ടർ ഹൂത്തികളുടെ മിസൈലും ഇന്റർസെപ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവർ എൻഗേജ്ഡ് ആണ്, അവർ ഫുള്ളി ഓൺ ആണ്. പക്ഷെ അവർക്ക് ഞായറാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു സീസ് ഫയർ നിലവിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ഗാസയ്ക്കുള്ളിൽ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തില്ല. എന്ന് പറഞ്ഞാൽ സീസ് ഫയർ നിലവിൽ വന്നു കഴിഞ്ഞു. പിന്നെ അവർക്ക് ഈ ഒരു സെക്യൂരിറ്റി മെഷേഴ്സ് ഒക്കെ അവിടെ നടപ്പിലാക്കി വരാവുന്നേ ഉള്ളൂ. അപ്പൊ ആ രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്താണ് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, ഈ ഫസ്റ്റ് ഫേസിൽ 33 പേരെ പുറത്ത് വിടുമ്പോഴത്തേക്കും ഈ ഞായറാഴ്ച മുതൽ 16 ദിവസം വെയിറ്റ് ചെയ്തിരിക്കണം ഈ ഒരു 33 പേരെ റിലീസ് ചെയ്ത് കിട്ടാൻ. ഇതൊരു ലോങ് ഡ്യൂറേഷൻ ആണ്, 2 വീക്സ്, 2 ആഴ്ച പ്ലസ് 2 ദിവസം കൂടെ കൂടും. ആ രീതിയിലാണ് ഈ ഒരു സീസ് ഫയർ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് ഇതിന്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു സീസ് ഫയറിൽ നമ്മൾ ലെബനാനിൽ വെച്ചിരിക്കുന്ന പോലെ ഏത് നേരത്തും ഒരു ത്രെറ്റ് ഉണ്ടായാൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യും എന്നുള്ള നിലയിലുള്ള ഒരു യുനാനിമസ് കണ്ടീഷൻ ഒന്നും ഇസ്രായേലിന് ഇതിനകത്ത് വെക്കാൻ പറ്റിയിട്ടില്ല. ഹിസ്ബുള്ളയ്ക്ക് വെക്കുന്ന പോലെ ഒരു ഡീലല്ല ഇവിടെ വെച്ചിരിക്കുന്നത്. ഇവിടെ ഒരു ഡോമിനേഷൻ ഏത് രീതിയിൽ നോക്കിയാലും ഇസ്രായേലിന് കിട്ടുന്നില്ല എന്നുള്ളതാണ്. അത് തന്നെയാണ് ഈ ഒരു ഡീലിന്റെ പോരായ്മ. കാരണം ഈ ഒരു ലെവലിൽ സക്സസ്ഫുള്ളി വിജയിച്ച് നിൽക്കുന്ന ഒരു സക്സസ്ഫുൾ ഏരിയയിൽ നിൽക്കുന്ന ഒരു ഇസ്രായേൽ എന്തുകൊണ്ട് ഈ രീതിയിലൊരു ഡീലിന് പോകേണ്ടത്? ഇത് എന്റെ കഴിഞ്ഞ വീഡിയോയിൽ തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഈ ഒരു മിഡിൽ ഈസ്റ്റിലെ വാർ ഒബ്സർവ് ചെയ്യുന്ന സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന കാര്യമാണ് ഇസ്രായേൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ടുള്ള ഒരു ഡീലിന് പോകുന്നത്. ഇത് കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റ ടൈമിലുള്ള ഡീല് ഇതാണ്. ഒറ്റ ടൈമിലുള്ള ഡീല് സീസ് ഫയർ നിർത്തുക. ഈ ഒറ്റ ടൈമിലുള്ള ഡീൽ വേണമെങ്കിൽ ഒരു 7 days ഡീൽ ആക്കാം, അല്ലെങ്കിൽ ഒരു 16 days ഡീൽ വരെ ആക്കാം. പക്ഷേ വൺ ടൈം ഈ 16 ദിവസത്തിനുള്ളിൽ ഈ മൊത്തം ഹോസ്റ്റേജസിനെ വിട്ട് കിട്ടണം. എന്നാൽ മാത്രമേ ഒരു ഗ്രാജുവൽ ഡീൽ ഉണ്ടാവുള്ളൂ. അല്ല എന്തിനു വേണ്ടിയാണ് 42 ദിവസം എടുക്കുന്നത്? അതിനിടയ്ക്ക് എന്ത് വേണമെങ്കിലും സംഭവിക്കാം. കാരണം ഇത് ഹമാസ് ആണ്.
ഈ തീവ്രവാദ സംഘടനകളാണ്. അവർ വാക്ക് പാലിക്കണമെന്ന് നമ്മൾ നിർബന്ധം പിടിച്ചിട്ട് കാര്യമില്ല. അവർ ചിലപ്പോൾ ഒരു 15-20 വരെ വിട്ടിട്ട് അവർ സ്വഭാവം മാറിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പൊ ഇതല്ല സീസ് ഫയർ ഡീല്, നമുക്ക് ഇനി മാറ്റി കുറിക്കണം എന്ന് പറഞ്ഞാൽ തീവ്രവാദികളുടെ അടുത്ത് പോയിട്ട് എന്ത് നിയമം സംസാരിക്കാനാണ്? ലാസ്റ്റ് മൊമെന്റിൽ ഹമാസ് എന്താണ് ഫിലഡൽഫി കോറിഡോറിന് പുറമെ ഹമാസ് വെച്ചിരിക്കുന്ന റിക്വസ്റ്റ്, ഇസ്രായേലിനെ ഇത്രമാത്രം ബുദ്ധിമുട്ടിലാക്കുന്ന, സമ്മർദ്ദത്തിലാക്കുന്ന ഈ ഒരു റിക്വസ്റ്റ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിൽ 2 വിഷയങ്ങളാണ് വരുന്നത്. ഒന്ന്, ഫിലഡൽഫി കോറിഡോർ അവർക്ക് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ്. ഈ ഫിലഡൽഫി കോറിഡോർ അവർക്ക് വേണം എന്ന് പറഞ്ഞാൽ ഇസ്രായേൽ അവിടെ നിന്ന് വിഡ്രോ ചെയ്യണം. അതാണ് അവരുടെ ഒരു നിർബന്ധം. ഈ സീസ് ഫയർ ഡീൽ തീരുമ്പോൾ ഇസ്രായേൽ ഫിലഡൽഫി കോറിഡോർ വിട്ട് പിന്മാറണം എന്നാണ് അവർ വെക്കുന്ന ഒരു നിർബന്ധമായിട്ടുള്ള ഒരു കാര്യം. അത് ഈ ഒരു സീസ് ഫയർ ഡീലിൽ എഴുതി ചേർക്കണം ഈ അഗ്രിമെന്റിൽ. അതാണ് അവരുടെ റിക്വസ്റ്റ് നമ്പർ 1. ഇനി അടുത്ത റിക്വസ്റ്റ് നമ്പർ 2. റിക്വസ്റ്റ് നമ്പർ 2 എന്ന് പറഞ്ഞാല് അവര് ഈ ഇസ്രായേൽ 3000 പേരെ വിട്ട് ഈ 3000 പേരെ റിലീസ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. ഹമാസ് തീവ്രവാദികളായിട്ട് ഇസ്രായേലിന്റെ ജയിലിൽ കഴിയുന്ന 3000 പേരെ വിട്ടുകൊടുക്കാമെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ 3000 പേരിൽ ഈ ഹമാസ് ചില പേരുകൾ നിർദ്ദേശിക്കും അത്രേ. ആ പേരിൽ പർട്ടിക്കുലർ ആയിട്ടുള്ള ആൾക്കാരെ വിട്ടുകൊടുക്കണം. അതായത് ഈ അടുത്ത ലീഡേഴ്സ്, മനസ്സിലായോ? അടുത്ത ഈ സിൻവാർ പോലത്തെ ലീഡേഴ്സിന്റെ പേരുകൾ അവർ സജസ്റ്റ് ചെയ്യും. ആ പേരിൽ കിടക്കുന്ന ആൾക്കാരെ റിലീസ് ചെയ്യണം. ഇതാണ് അവരുടെ അടുത്ത കണ്ടീഷൻ. കാരണം അവർക്ക് ഈ $1 മില്യൺ മേടിച്ചിട്ട് 5 സ്റ്റാർ 7 സ്റ്റാർ ഹോട്ടലുകളിൽ താമസിച്ചോട്ട് കറങ്ങി നടക്കുന്ന ഹമാസ് ലീഡേഴ്സിനൊന്നും ഇവിടെ ഗാസയിൽ വന്ന് ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. ഗാസയിൽ ഫൈറ്റ് ചെയ്യാൻ അവർക്ക് ചില ഇരകളുണ്ട്. ആ ഇരകൾ ഇസ്രായേലിന്റെ ജയിലിലാണുള്ളത്. അവരെ ഇവർ പേര് പറയും, ഒരു 3 പേരുടെ പേര് പറയും. ആ 3 പേരെയും മസ്റ്റ് ആയിട്ട് ഇൻക്ലൂഡ് ചെയ്യണമെന്നാണ് ഇസ്രായേലിന്റെ അടുത്ത് ഇവർ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് കൃത്യമായിട്ടുള്ള അവരുടെ റിക്വസ്റ്റ്. ഈ 2 റിക്വസ്റ്റിലാണ് ഇപ്പൊ ഇസ്രായേൽ ഈ ഒരു സീസ് ഫയറിൽ മുന്നോട്ട് പോകണോ വേണ്ടയോ എന്നുള്ള നിലയിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ സ്ട്രക്കായി നിൽക്കുന്നതിന്റെ ഒരു അവസ്ഥ. അപ്പൊ ഇതിനകത്ത് ഇനി നമ്മൾ ഇസ്രായേലിന്റെ ഉള്ളിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ, ഇതിന്റെ ഉള്ളിൽ ആദ്യമേ ബെഞ്ചമിൻ നെതന്യാഹു, ഈ സ്മൂട്രിച്ച്, ഇത്താമർ ബെൻഗിവിർ ഉൾപ്പെടെയുള്ള ആ ഒരു ഫാർ റൈറ്റ് വിങ്ങിലെ നാഷണൽ സെക്യൂരിറ്റി പാർട്ടി എന്ന് പറഞ്ഞ ആ ഒരു പാർട്ടിയുമായിട്ട് 8 വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. 2 ദിവസത്തിനകത്ത് 8 വട്ടം ചർച്ച നടത്തിയിട്ടുണ്ട്. എന്തൊക്കെയോ പ്രോമിസുകൾ കൊടുക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്ത് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, അൾട്ടിമേറ്റ്ലി നെതന്യാഹു ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അയാൾ രാഷ്ട്ര സ്നേഹിയാണ്, അതോടൊപ്പം ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അപ്പൊ ഈ ഇത്താമർ ബെൻഗിവിർ, അതുപോലെ ഈ സ്മൂട്രിച്ച് എന്ന് പറഞ്ഞ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടി എന്ന് പറഞ്ഞാൽ അവര് ഫാർ റൈറ്റ് വിങ്ങിലെ കുറച്ചുകൂടെ തീവ്ര നിലപാടുള്ള വിശ്വാസികളും കൂടെയാണ്. അതുപോലെ തന്നെ അവർ പൊളിറ്റീഷ്യനും കൂടിയാണ്. അപ്പൊ ഈ പൊളിറ്റീഷ്യൻസ് തമ്മിൽ ചില അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട്. ആ അണ്ടർസ്റ്റാൻഡിംഗ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടി അവരുടെ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞാൽ ലിക്വിഡ് പാർട്ടിയുടെ ആ ഒരു ഭരണകൂടം താഴെ വീഴും. അങ്ങനെ താഴെ വീണ് കഴിഞ്ഞാൽ വീണ്ടും ഒരു ഇലക്ഷനിലേക്ക് പോകേണ്ടി വരും. അപ്പൊ ഇവിടെ 2-3 പ്രശ്നങ്ങൾ വരുന്നുണ്ട്. അപ്പൊ ഒന്ന്, ബെഞ്ചമിൻ നെതന്യാഹുവിനെ ട്രസ്റ്റിൽ എടുക്കണം. നെതന്യാഹു അതിനകത്തൊരു വാഗ്ദാനം കൊടുത്തായിട്ട് പറയുന്നുണ്ട്. അതായത് നമ്മൾ പൂർണ്ണമായിട്ട് മിലിറ്ററിയെ ഗാസയിൽ നിന്ന് പിൻവലിക്കില്ല, നമ്മൾ IDF ഗാസയിൽ തന്നെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ സഹകരിക്കണം എന്നുള്ള നിലയിലുള്ള റിക്വസ്റ്റുമായിട്ട് സ്മൂട്രിച്ചിന്റെ അടുത്ത് കണ്ട് സംസാരിച്ചതായിട്ടാണ് പറയപ്പെടുന്നത്. പക്ഷെ ഇതൊക്കെ ഓപ്പൺ ആയിട്ട് എങ്ങനെ കൊടുക്കാൻ പറ്റും? ഈ ഒരു പ്രോമിസ് ഒക്കെ എങ്ങനെയാണ് ഓപ്പൺ ആയിട്ട് കൊടുക്കാൻ പറ്റുക? അപ്പൊ അതുകൊണ്ട് ഈ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ അണ്ടർസ്റ്റാൻഡിംഗിൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. പക്ഷെ എന്നാലും ഈ ഒരു നാഷണൽ സെക്യൂരിറ്റി പാർട്ടി ഫുള്ളി കൺവിൻസ്ഡ് അല്ല എന്നാണ് ഇന്നത്തെ അവസാനം വരെ നമുക്ക് അറിയാൻ പറ്റുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഇനിയൊരു വ്യക്തിയുടെ പേര് ഞാൻ പറയാം, മോശെ ഫേജ്ലിൻ. മോശെ ഫേജ്ലിൻ എന്ന് പറഞ്ഞ വ്യക്തി വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇസ്രായേലിന്റെ ഉള്ളിൽ ഫാർ റൈറ്റ് ആയിട്ടുള്ള ഡീപ് ജൂവിഷിന്റെ സൈഡിൽ വളരെ വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലീഡറാണ് ഈ ഒരു മോശെ ഫേജ്ലിൻ എന്ന് പറഞ്ഞ ഈ ഒരു വ്യക്തി. പുള്ളി ഇന്ന് ഇതാ അനൗൺസ്മെന്റ് വിട്ടിരിക്കുകയാണ്, പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതായത് ഈ ഒരു സീസ് ഫയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷൻ റെഡി ആയിക്കോളൂ എന്നാണ്. ഒറ്റ വാക്കാണ്, വേറെ ഒന്നുമില്ല. ഈ ഒരു സീസ് ഫയർ നടക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ ഡീല് ഒപ്പുവെച്ച് നെസറ്റിൽ നിന്നും പാസ്സായി പുറത്തു വരികയാണെന്നുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷന് തയ്യാറായിക്കോ എന്നാണ് പുള്ളി പറഞ്ഞിരിക്കുന്നത്. ഇതിൽ കൂടുതൽ ഞാൻ എക്സ്പ്ലനേഷൻ ഒന്നും ഇതിനകത്ത് പറയേണ്ടതില്ല. ഇതിനകത്തുണ്ട് ഇസ്രായേലിന്റെ ഉള്ളിൽ എന്താണ് നടക്കുന്നത് എന്നുള്ളത്. ഇതിന് ആക്കം കൂട്ടുന്ന രീതിയിൽ ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ തന്നെ ലിക്വിഡ് പാർട്ടിയിലുള്ള ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ വെറും മെമ്പർ അല്ല, പുള്ളി ഒരു മിനിസ്റ്ററാണ്. അമിചായ് ചിക്ലി എന്നാണ് ഇയാളുടെ പേര്, അമിചായ് ചിക്ലി. ഈ അമിചായ് ചിക്ലി പറഞ്ഞിരിക്കുന്നത്, ഈ ഒരു സീസ് ഫയർ നടന്നു കഴിഞ്ഞാൽ, ഇസ്രായേലിന്റെ ട്രൂപ്പ് ഗാസയിൽ നിന്നും വെളിയിൽ വന്നാൽ, ഫിലഡൽഫി കോറിഡോർ വിട്ടുകൊടുത്തോണ്ടുള്ള ഒരു സീസ് ഫയർ ഫിലഡൽഫി കോറിഡോർ ഹമാസിന് വിട്ടുകൊടുത്തോണ്ട് ഒരു ഡീലിന് തയ്യാറായാൽ ഞാൻ രാജിവെക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അയാൾ രാജിവെക്കും. അപ്പൊ ഇത്രമാത്രം കോംപ്ലക്സ് ആണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നടക്കുന്നത്. കോംപ്ലക്സ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് ഇസ്രായേലിന്റെ ഉള്ളിൽ നെസറ്റിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നെസറ്റ് ഇപ്പൊ ഇന്നലെ അവസാനിച്ചു, ഇനി തുടങ്ങും. രാവിലെ ഇനിയിപ്പോ തുടങ്ങാനിരിക്കുന്നേ ഉള്ളൂ. അപ്പൊ ഇത് തുടങ്ങിക്കഴിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ഡിസ്കഷൻസ് പറഞ്ഞാൽ അതിരൂക്ഷമായ ഡിസ്കഷൻസ് ആണ് അവിടെ നടക്കാൻ പോകുന്നത്. ഇനി ഇതിൽ ഈ സീസ് ഫയർ വിജയിച്ച് വരുമോ എന്നുള്ളത് വലിയ ഡൗട്ടുള്ള ഒരു കാര്യമായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. കാരണം
അവിടുത്തെ അവിടെ ഉള്ളിൽ ഇപ്പൊ 2 സെക്ഷനായിട്ടാണ് ഇപ്പം ഈ ഒരു ഹോസ്റ്റേജസിന്റെ ഫാമിലീസ്, അതായത് ഈ ബന്ദികളുടെ ഫാമിലീസ് ഒരു സൈഡിൽ ഇത്രയും കാലം അവര് പോരാട്ടത്തിലായിരുന്നു. അവര് ഈ ബന്ദികളെ ചൊല്ലിയുള്ള ഈ ഒരു കരാർ എങ്ങനെയും ഒപ്പിട്ട് ഈ ബന്ദികളെ എത്രയും വേഗം മോചിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള രീതിയിലുള്ള ഫാമിലീസിന്റെ ഒരു ആഗ്രഹം, അത് തീർച്ചയായിട്ടും അവരുടെ ആത്മാർത്ഥമായിട്ടുള്ള ആഗ്രഹമായിട്ട് നമുക്ക് കരുതാൻ പറ്റുള്ളൂ. കാരണം അവരവരുടെ ചോരയാണ് അവിടെ അവർ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുന്നത്. ആ രീതിയിൽ തന്നെ ആ ഒരു പ്രതിഷേധം അവിടെ ഉടനീളം ഉണ്ടായിരുന്നു. ഈ ഒരു യുദ്ധം തുടങ്ങിയ നാൾ മുതൽ തന്നെ ഈ ഒരു പ്രതിഷേധം അവിടെ ഉണ്ടായിരുന്നുള്ളതാണ്. വേറൊരു സൈഡില് ഒരു സെക്ഷൻ യങ്സ്റ്റേഴ്സ് ഇതേപോലെ പ്രൊട്ടസ്റ്റുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. അതായത് ഈ ഒരു ലോങ് ടേം 42 ദിവസത്തെ ഹോസ്റ്റേജ് ഡീൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അതിഭയാനകമാണ്. കാരണം ഫസ്റ്റ് ഫേസ് ഡീല് ഫിനിഷ് ആയി കഴിഞ്ഞാൽ അടുത്ത ഡിസ്കഷനിൽ എന്ത് വേണേലും സംഭവിക്കാം. അവര് ഇനി ഹമാസ് കൂടുതൽ നിർദ്ദേശങ്ങളുമായിട്ട് മുന്നോട്ട് വന്നേക്കാം. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ഹോസ്റ്റേജ് ഡീലിനെ ഒന്നെങ്കിൽ നിങ്ങൾ 3 ഫേസും കൂടെ സംസാരിച്ച് ആദ്യ ഘട്ടത്തിൽ ഇത്, രണ്ടാമത്തെ ഘട്ടത്തിൽ ഇത്, മൂന്നാമത്തെ ഘട്ടത്തിൽ ഇത് എന്ന് തീരുമാനിക്കുക. അല്ലാതെ ഇപ്പൊ ഇതിനകത്ത് ഫസ്റ്റ് ഫേസ് മാത്രമേ ക്ലാരിറ്റി ഉള്ളൂ, രണ്ടാമത്തെ ഫേസിന് ക്ലാരിറ്റി ഇല്ല. എത്ര പേരെ വിടും എന്നറിയത്തില്ല. കാരണം 65 പേര് ഇനിയും ബാക്കി അവരുടെ കയ്യിലുണ്ട്, ഈ ബന്ദികൾ. അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മൂന്നാമത്തെ ടേമിൽ എത്ര പേരെ വിടും എന്ന് പറയുന്നില്ല. അപ്പൊ ഇതിനകത്തൊന്നും ക്ലാരിറ്റി ഇല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഈ ഒരു ഡീലിനെ നിരുപാധികം എതിർത്തുകൊണ്ട് ഒരു പറ്റം യങ്സ്റ്റേഴ്സ് വന്നിരിക്കുകയാണ്. അവർ ഇത് തന്നെയാണ് ചോദിക്കുന്നത്, നിങ്ങൾ ഒറ്റ തവണയായിട്ട് എന്തുകൊണ്ട് ഇത്രയും ഡോമിനേറ്റഡ് ആയിട്ട് ഇസ്രായേൽ നിൽക്കുന്ന ഒരു സമയത്ത് ഹമാസിന് ഒരു രീതിയിലുള്ള റിസോഴ്സും ഇല്ലാത്തൊരു ഗാസയെ മാറ്റിയതിനു ശേഷവും എന്തിനാണ് ഈ രീതിയിലുള്ള ഡീലിന് പോകുന്നത്? ഒറ്റ തവണ ഡീലിന് പൊക്കൂടെ? 1 വീക്ക് ഡീൽ, 2 വീക്ക് ഡീൽ, ശരി, നിങ്ങൾ ഒരു 20 ദിവസത്തെ ഡീൽ തന്നെ എടുത്തോ. 20 ദിവസം കൊണ്ട് ഈ മൊത്തം ഹോസ്റ്റേജസിനെയും മേടിച്ചൂടെ? എന്തിനാണ് 16, പിന്നെ അടുത്തൊരു ഫേസ്, എന്നിട്ട് ഈ ഫസ്റ്റ് ഫേസിൽ ഇത്ര ആൾക്കാരെ വിടുമെന്ന് പറയുന്നുണ്ട്. സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസിനെ കുറിച്ച് ഒരു ക്ലാരിറ്റി ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് ഇനിയും ഫർദർ ഡിസ്കഷൻ നടക്കേണ്ടതുണ്ട്, വീണ്ടും നെഗോഷിയേഷൻസ് നടക്കേണ്ടതുണ്ട്. പക്ഷെ നമ്മൾ ഈ സൺഡേ മുതൽ തന്നെ യുദ്ധം നിർത്തുകയാണ്. സൺഡേ മുതൽ തന്നെ ഇസ്രായേൽ യുദ്ധം അവസാനിപ്പിക്കുകയാണ് ഒഫീഷ്യലി. പിന്നെ നമുക്ക് ചെറിയ സെക്യൂരിറ്റി മെഷേഴ്സ് മാത്രമേ നമുക്ക് നോക്കാനുള്ളൂ. അപ്പൊ ഇതൊരു പരാജയപ്പെട്ട ഡീൽ തന്നെയല്ലേ എന്നാണ് ഇസ്രായേലിന്റെ ഉള്ളിൽ വിശദമായ ചർച്ചയാണ് നടക്കുന്നത് കേട്ടോ. ഞാനിപ്പോ ഇതൊക്കെ ഡീപ്പായിട്ട് വായിച്ചിട്ടാണ് ഈ ഒരു വിഷയം ഞാനിവിടെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ മറ്റുള്ള പല ചാനലുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നിങ്ങൾക്ക് കോഡിലായിട്ടുള്ള ചില കാര്യങ്ങളൊക്കെ കിട്ടും. പക്ഷെ ഇത്രയും വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കിട്ടത്തില്ല. ഞാൻ ഇതിന്റെ ഓരോ പിൻ പോയിന്റ്സും പോയിട്ട് ചെക്ക് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് ഇത് വളരെ വാലിഡേറ്റ് ചെയ്തിട്ടാണ് ഈ ഒരു ഡേറ്റാസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ക്രൂഷ്യൽ സിറ്റുവേഷനിലോട്ടാണ് ഇസ്രായേൽ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അതിലുപരിയായിട്ട് നെതന്യാഹുവിനെ പോലെ ഒരു ലീഡർ എന്ന് പറഞ്ഞാൽ അയാൾ വളരെ ബ്രില്യന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഇനിയിപ്പോ ഒരു പക്ഷേ അടുത്തൊരു ഇലക്ഷൻ വെച്ചാൽ തന്നെയും ഒരു പക്ഷേ നെതന്യാഹുവിനെ ജയിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ഒരു 85% അങ്ങനെ തന്നെയാണ്. പക്ഷെ ആ രീതിയിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും പക്ഷെ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു മൊമെന്റിലാണ് പുള്ളി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും നല്ലതായിട്ട് വരട്ടെ എന്ന് മാത്രം ഞാൻ വിചാരിക്കുന്നുണ്ട്. സീസ് ഫയർ വന്നാൽ ഒരു പക്ഷേ ഈ പിടിച്ചു വെച്ചിരിക്കുന്ന ബന്ദികളെയൊക്കെ വിട്ട് കിട്ടുമായിരിക്കും. പക്ഷെ ഒരു കാര്യം നമ്മൾ ഒരു സൈഡിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെതന്യാഹുവിന് ഇതൊരു ക്രൂഷ്യൽ മൊമെന്റ് തന്നെയാണ്. പക്ഷേ ഇനിയിപ്പോ ഇതിൽ സീസ് ഫയറിൽ ഇനി ഫർദർ അപ്ഡേറ്റ്സ് വന്നു കഴിയുമ്പോഴത്തേക്കും ഞാൻ അടുത്ത വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരെ അതിൽ നിന്നും നമ്മൾ ഇന്ത്യയിലോട്ട് വരികയാണ്. ഇന്ത്യയിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം ശരി, ഇന്ത്യ കുറച്ച് വീക്ക് ആയിട്ടുള്ള അവസ്ഥയിലാണ് ഇപ്പൊ ഈ ഒരാഴ്ച കൊണ്ട് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറഞ്ഞാൽ ഫോറിൻ കറൻസി ഡെഫിസിറ്റ് തന്നെയാണ്. നമ്മളുടെ ഫോറിൻ റിസർവ് കുറഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഇന്ത്യയുടെ കറൻസിയുടെ വാല്യൂ ഇടിഞ്ഞു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഒരാഴ്ചയോടെ കഴിയുമ്പോഴത്തേക്കും കൂടുതൽ ഡീപ്പർ ലെവലിലേക്ക് ഇന്ത്യൻ റുപ്പി കൂപ്പുകുത്താനുള്ള ഒരു സാധ്യതയാണ് കണ്ടുവരുന്നത്. അപ്പൊ അതുകൊണ്ട് RBI ഇമീഡിയറ്റ് ആയിട്ട് കുറച്ച് റീഅറേഞ്ച്മെന്റ്സ് ഒക്കെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. RBI ഒരു പോളിസി റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഫെമ പോളിസിയാണ് റിവൈസ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ ഫെമ പോളിസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് 1999 ഇംപ്ലിമെന്റ് ചെയ്തൊരു പോളിസിയാണ്. ഫോറിൻ കറൻസി, അതായത് ഫോറിൻ ഡയറക്ട് ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള ഒരു നിർദ്ദേശിച്ചുള്ള ചില നിയമ വ്യവസ്ഥകൾ വെച്ചുകൊണ്ടുള്ള ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ആണ് ഈ ഫെമ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഫെമ ആണ് ഏറ്റവും കൂടുതൽ, ഈ ഫെമ പോളിസി പ്രകാരമാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ഫോറിൻ കറൻസി ഇന്ത്യക്കുള്ളിൽ നമ്മൾ റിസീവ് ചെയ്യുന്നത്. അപ്പൊ ആ രീതിയിലുള്ള ആ ഒരു ഫെമ ആക്ട് 1999 റിവൈസ് ചെയ്യാനാണ് RBI തീരുമാനിച്ചിരിക്കുന്നത്. പ്രധാനമായിട്ട് ചില മാറ്റങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. അതിനകത്ത് ഒരു ഇന്ത്യൻ സിറ്റിസന് ഫോറിൻ കറൻസിയാണ് ഇന്ത്യൻ ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത്. ഇതിലൂടെ ഈ ഒരു ആക്ട് റെക്കോൾ ചെയ്യുന്നതിലൂടെ എന്താണ് ലക്ഷ്യമിടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ NRIസിനെയാണ് ലക്ഷ്യമിടുന്നത്. കാരണം NRI എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് ഒരു NRI അക്കൗണ്ട് സെപ്പറേറ്റ് ഉണ്ടാവണം. അതുപോലെ തന്നെ അവർക്ക് നോർമൽ ആയിട്ടുള്ള ഇന്ത്യക്കുള്ളിലുള്ള സേവിംഗ് അക്കൗണ്ട്സ് അവർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അവർക്ക് NRI അക്കൗണ്ട്, NRO, NRE, അതായത് NRO എന്ന് പറയുന്നത് അവരുടെ ഓർഡിനറി ആയിട്ടുള്ള ഇന്ത്യൻ കറൻസി ആയിട്ടുള്ള കറൻസി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും, NRE എന്ന് പറയുന്നത് സെപ്പറേറ്റ് ആയിട്ട് അവർക്ക് ഫോറിൻ കറൻസി ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിട്ടാണ് ഡീൽ ചെയ്തിരുന്നത്. അപ്പൊ ഇനിയിപ്പോ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ ഈ NRI ആയിക്കോട്ടെ, INR ആയിക്കോട്ടെ, ഇന്ത്യൻ റെസിഡൻസ് ആയിട്ടുള്ള ഇന്ത്യൻ അക്കൗണ്ട് കീപ്പ് ചെയ്യുന്ന ഒരു പ്രവാസിക്കും ഇനി ഇന്ത്യയിൽ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാം. ആ സെയിം അക്കൗണ്ട് തന്നെ അവർക്ക് ഫോറിനിൽ എവിടെയും ഉപയോഗിക്കാവുന്ന രീതിയിൽ ഈ ഒരു അക്കൗണ്ടിന്റെ ഫെസിലിറ്റി വർദ്ധിപ്പിക്കുകയാണ്. ഇത് എന്തുകൊണ്ടാണ് ഇത് ലക്ഷ്യമിടുന്നത് പറഞ്ഞാൽ ഏതൊരു ഇന്ത്യൻ സിറ്റിസനും പുറം രാജ്യത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ജോലി ചെയ്യുന്ന ആളായിക്കോട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ ഫ്രീലാൻസർ ആയിക്കോട്ടെ, ഏത് ആളായാലും
ഏതൊരു വ്യക്തിയായാലും അയാൾക്ക് ഡയറക്റ്റ് ആയിട്ട് ഫോറിൻ കറൻസി ഇന്ത്യയിലുള്ള അക്കൗണ്ടിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമാണ് ഈ ഒരു ഫെമ ആക്ട് 1999 റിവൈസ് ചെയ്യുന്നതിലൂടെ ലക്ഷ്യമിടുന്നത്. അപ്പൊ അതിന്റെ പുതിയ പോളിസിയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു വന്നിട്ടില്ല. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡ് വെച്ചിട്ട് ലോകത്ത് ഏത് രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റുപ്പിയിൽ പേ ചെയ്യാം. അതേപോലെ തന്നെ നിങ്ങൾ അവിടെ സമ്പാദിക്കുന്ന ആ ഒരു ഫോറിൻ കറൻസി ഇന്ത്യക്കുള്ളിൽ ഫോറിൻ കറൻസി ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്കുള്ളിൽ ഫോറിൻ റിസർവ് ഫണ്ട് കൂടുതൽ വരാനുള്ള സാധ്യതയാണ് ഈ ഒരു നിയമം അമെൻഡ് ചെയ്യുന്നതിലൂടെ സെൻട്രൽ ഗവൺമെന്റ് ലക്ഷ്യമിടുന്നത്. അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ലെന്നുണ്ടെങ്കിൽ ഇത് പ്രത്യേകിച്ച് ഒരു വീഡിയോ തന്നെ ഇടേണ്ട ഒരു വിഷയമാണ്. ഇന്ന് വന്ന ഒരു ന്യൂസ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഇതിനകത്ത് ജസ്റ്റ് ഒരു ഷോർട്ട് അപ്ഡേറ്റ് തരാനാണ് ഉദ്ദേശിച്ചത്. ഇതിൽ വിശദമായിട്ടുള്ള ഡീറ്റെയിൽസും ഈ ഒരു പോളിസി അമെന്റ്മെന്റ് വന്നതിന് ശേഷം അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരങ്ങൾ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്ത് തന്നെ ഇടാം. അത് തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ കൂടുതൽ ഉചിതമാകുന്നത്. അപ്പൊ എന്തായാലും ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വിഷയമായിട്ട് വരാം. താങ്ക് യു സോ മച്ച്.